ഇതിൻ്റെ റൂട്ട് കോസ് റെക്കഗ്നൈസ് ചെയ്യുക. ഇതിൻ്റെ റൂട്ട് കോസ് ഇത്രയേ ഉള്ളൂ. നേരത്തെ ഇന്ത്യൻ എക്കോണമിയുടെ കാര്യം പറഞ്ഞു. കശ്മീർ എക്കോണമി കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കശ്മീർ എക്കോണമി നന്നായിട്ട് വളരുന്നുണ്ട്. കഴിഞ്ഞ വർഷം 7.8% ഗ്രോത്താണ്, നാഷണൽ ആവറേജിനേക്കാൾ അധികം. കശ്മീരിൽ വോട്ടിംഗ് നടന്ന സമയത്ത് 65% ടേൺ ഔട്ട് ഉണ്ടായി. അതായത് നമ്മുടെ 28 സ്റ്റേറ്റ്സിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് നടക്കുന്ന പോലെ വളരെ നോർമലായിട്ടൊരു ഇലക്ഷൻ. അവിടെ ടൂറിസ്റ്റുകളുടെ എണ്ണം ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. കഴിഞ്ഞ വർഷം 2.25 കോടിയോളം ടൂറിസ്റ്റുകൾ വന്നു. അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. അവിടുത്തെ ആളുകൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിൽ ടെറർ അറ്റാക്സ് 85% കുറഞ്ഞു. സെക്യൂരിറ്റി പേഴ്സണലിനെതിരെയുള്ള അറ്റാക്ക് 95% കുറഞ്ഞു. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെ നോർമലായിട്ട് മറ്റേതൊരു സ്ഥലത്തെ പോലെയും പൊക്കോണ്ടിരിക്കുന്ന ഒരു സ്ഥലം. അത് കാണുമ്പോഴാണ് പാകിസ്ഥാൻ ഇറിറ്റേറ്റഡ് ആവുന്നത്. പ്രോക്സീസിന് ഉപയോഗിച്ചൊരു വാറിന് കയറുന്നത്. നമ്മൾ യുദ്ധം നടത്തേണ്ടതോ പാകിസ്ഥാനോ അവിടുത്തെ ജനങ്ങൾക്കെതിരെയല്ല, അവർ വളർത്തിക്കൊണ്ടുവരുന്ന ടെറർ ക്യാമ്പുകളും അവർ ഫണ്ട് ചെയ്യുന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷൻസും പുതിയതായിട്ട് രൂപപ്പെടുത്തിയ TRFും PAFും പോലുള്ള ഓർഗനൈസേഷൻസിനെയൊക്കെ എത്രയും പെട്ടെന്ന് 2 കാര്യം ചെയ്യുക. 1, എക്സ്പോസ് ചെയ്യുക. 2, ഈ ഒരു അവസരം കിട്ടുന്ന അവസരം മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ക്യാമ്പുകളും എല്ലാം തകർക്കുക. ജനങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന കാര്യമല്ല, ടെറർ ക്യാമ്പുകളെ തകർക്കുക, അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ തകർക്കുക. കഴിഞ്ഞ 20 വർഷത്തിനിടെ നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് കണ്ടുപിടിച്ച് 22 ടണലുകളുണ്ട്. ഹമാസിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇങ്ങോട്ടും ടണലുകളുണ്ട്. അതുവഴിയാണ് മിലിറ്റൻസിനെ ഇങ്ങോട്ട് ഇറക്കുന്നു, നർക്കോട്ടിക്സ് ഇറക്കുന്നു, വെപ്പൺസ് ഇറക്കുന്നു. ഈ ടണലുകൾ ഐഡൻറ്റിഫൈ ആയിട്ടുണ്ടെങ്കിൽ തകർത്ത് കളയുക.